നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഗ്ലാസ്. ഗ്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ, അതുപോലെ തന്നെ ജനറൽ പ്രോപ്പർട്ടീസ്, ക്ലാസിഫിക്കേഷൻ, ഇതാണ് നമുക്ക് ഗ്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഗ്ലാസ്? സോഡിയം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സാൻഡിനെ തന്നെ നമുക്ക് എന്തും പറയാം, സിലിക്ക എന്നും പറയാം. ഇതിന്റെ മിക്സ്ചറിന് പറയുന്ന പേരാണ് ഗ്ലാസ്. അപ്പോൾ എന്തിൻ്റെയൊക്കെ മിക്സ്ചറാണ് ഗ്ലാസ്? സോഡിയം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സിലിക്ക അഥവാ സാൻഡ്, ഇതിന്റെ മിക്സ്ചറിന് പറയുന്ന പേരാണ് ഗ്ലാസ്. എന്താണ് ഗ്ലാസിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്? നമുക്കറിയാവുന്നത് തന്നെയാണ്, ഗ്ലാസ് ഹാർഡാണ്, അതുപോലെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടും, അതിന് പറയുന്ന പേര് ബ്രിട്ടിൽ. ഗ്ലാസസ് ആർ ബ്രിട്ടിൽ. അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആണ്, നമുക്ക് അപ്പുറത്തേക്ക് നോക്കാൻ പറ്റുന്നതാണ്, നോക്കിയാൽ കാണാൻ പറ്റും, അതുകൊണ്ട് ട്രാൻസ്പെറന്റ് എന്നാണ് പറയുക. അപ്പോൾ ഗ്ലാസ് ഹാർഡാണ്, ബ്രിട്ടിൽ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. നമ്മൾ എല്ലാവരും വിചാരിക്കുക ഗ്ലാസ് സോളിഡ് ആണ് എന്നാണ്. അല്ല, ഗ്ലാസ് എന്താണ്? സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാണ് ഗ്ലാസിന് പറയാം. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അത്രയും തണുത്തുറഞ്ഞൊരു ലിക്വിഡ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ കെട്ടിടങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഗ്ലാസ് നോക്കുകയാണെങ്കിൽ അതിന് താഴെ ഭാഗത്ത് കുറച്ച് കനം കൂടിയ പോലെ തോന്നും. അത് വളരെ സ്ലോ ആയിട്ട് അത് ഒഴുകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഗ്ലാസ് എന്തല്ല? സോളിഡ് അല്ല, സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ് ഗ്ലാസ്. പിന്നെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആണ്, അതായത് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നവരല്ല. പിന്നെ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും. ഇതൊക്കെയാണ് ഗ്ലാസിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഗ്ലാസ് ഹാർഡ് ആണ്, അതുപോലെ തന്നെ ബ്രിട്ടിൽ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, പിന്നെ എന്താ പറഞ്ഞത്? ഗ്ലാസ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്, അതുപോലെ അത് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ്. ഓൺ ഹീറ്റിംഗ് അത് സോഫ്റ്റൻ ചെയ്യും. ഗ്ലാസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? സോഡിയം കാർബണേറ്റിന്റെയും കാൽഷ്യം കാർബണേറ്റിന്റെയും സിലിക്കയുടെയും കൂടെ മിക്സ്ചറിന് പറയുന്ന പേരാണ് ഗ്ലാസ്. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ ഡെഫിനേഷനും അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസും ആണ് എഴുതുന്നത്. അപ്പൊ ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് mixture of sodium carbonate, calcium carbonate, and the silica. സിലിക്ക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സാൻഡ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സോഡിയം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ആൻഡ് സിലിക്ക അഥവാ സാൻഡ്. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്ലാസ്. ഒന്നാമത്തെ, ദേ ആർ ഹാർഡ്. പിന്നെ ദേ ആർ ബ്രിട്ടിൽ. തട്ടിയാൽ എന്ത് ചെയ്യും? അത് പൊട്ടും. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. ദേ ആർ ബ്രിട്ടിൽ, ട്രാൻസ്പെറന്റ്, ദേ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരല്ല. ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. ദേ ആർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. They are super cooled liquids. Super cooled liquid. On heating softens. Heat ചെയ്യുമ്പോൾ എന്താവും? അത് സോഫ്റ്റ് ആവും. ഇതൊക്കെയാണ് ഗ്ലാസിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ്? ഹാർഡ്, ബ്രിട്ടിൽ, ട്രാൻസ്പെറന്റ്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്, they are super cooled liquid, on heating they softens. ഇത്രയാണ് അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്. അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഗ്ലാസിന്റെ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്ലാസ്. ഗ്ലാസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ പറയുന്നതാണ് സോഡ ഗ്ലാസ്. സോഡ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, കാൽഷ്യം, സിലിക്കേറ്റ്, ഇതിന്റെ മിക്സ്ചറിനെ പറയുന്ന പേരാണ് സോഡ ഗ്ലാസ് എന്ന് പറയുന്നത്. അത് വിൻഡോ ഗ്ലാസ്, അതുപോലെ തന്നെ നമ്മുടെ
ബോട്ടിൽസ്, അതുപോലെ ബൾബ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഗ്ലാസ് ആണ് സോഡ ഗ്ലാസ് എന്ന് പറയുന്നത്. സോഡ ഗ്ലാസ്സിനാണ് ഏറ്റവും വില കുറവ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇതിൻ്റെയൊക്കെ മിക്സ്ചറാണ് സോഡിയം കാൽഷ്യം സിലിക്കേറ്റ് ആണ് സോഡ ഗ്ലാസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വിൻഡോ ഗ്ലാസ്, അതുപോലെ തന്നെ ബോട്ടിൽസ്, ബൾബ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നും എന്തൊക്കെയാണ് അതിന്റെ യൂസസ് എന്നാണ് ഓരോന്നിനും പറയേണ്ടത്. സോഡ ഗ്ലാസ്, they are mixtures of, it is a mixture of sodium calcium silicate, sodium and calcium silicate, sodium and calcium silicates. They are cheap. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ചീപ്പാണ്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബോട്ടിൽസ്, ബൾബ്, വിൻഡോ ഗ്ലാസ് എക്സെട്ര. വിൻഡോ ഗ്ലാസ്, ബൾബ്, അതുപോലെ തന്നെ ബോട്ടിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? സോഡ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള ഗ്ലാസ് ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. രണ്ടാമത് പറയുന്നതാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. borosilicate glass. They are also known as Pyrex glass. ഇതിന്റെ മറ്റൊരു പേരാണ് Pyrex glass. They are also known as Pyrex glass. Borosilicate glassന്റെ മറ്റൊരു പേരാണ് Pyrex glass. It is a mixture of aluminium, borosilicate. അലുമിനിയം ബോറോസിലിക്കേറ്റിന്റെ ഒരു മിക്സ്ചർ ആണ് ഇത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. അതുപോലെ തന്നെയാണ് അതിന്റെ പേര്. ഇത് ഹൈ ടെമ്പറേച്ചർ കൊടുത്താലോ അല്ലെങ്കിൽ ആസിഡോ ബേസോ ആഡ് ചെയ്താലൊന്നും പെട്ടെന്നൊന്നും ഡാമേജ് ആവാത്ത ടൈപ്പ് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ കിച്ചൺ വെയേഴ്സ്, നമ്മൾ കിച്ചൺ വെയേഴ്സ് ഉണ്ടാക്കാൻ, അതുപോലെ ടെലിവിഷൻ ട്യൂബ് ഉണ്ടാക്കാൻ, പിന്നെ ലബോറട്ടറിയിൽ കെമിക്കൽ ലാബുകളിലൊക്കെ ഗ്ലാസ് വെയേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എത്ര ടെമ്പറേച്ചർ കൊടുത്താലും പൊട്ടിപ്പോയില്ല, ആസിഡും ബേസ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ ട്യൂബ്, കിച്ചൺ വെയേഴ്സ്, കിച്ചൺ വെയർ, അതുപോലെ തന്നെ നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയേഴ്സ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. They can resist high temperature. They can resist high temperature. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ആസിഡ് ബേസ് ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് യൂസസ്? യൂസ്ഡ് ഫോർ മേക്കിംഗ് television tube, used for making television tube, laboratory glasswares, laboratory glasswares, kitchenwares, etc. പാത്രങ്ങളുടെയൊക്കെ ലിഡ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഏത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. അതിന്റെ വേറൊരു പേരാണ് പൈറക്സ് ഗ്ലാസ്. ഇതായിരുന്നു സെക്കൻഡ് ടൈപ്പ്. ഒന്നുകൂടെ പറയാം, ബോറോസിലിക്കേറ്റ് ഗ്ലാസിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൈറക്സ് ഗ്ലാസ്. അത് എന്തിനൊക്കെ മിക്സ്ചർ ആണ്? അലുമിനിയം ബോറോസിലിക്കേറ്റ്സിന്റെ മിക്സ്ചർ ആണ്. ഹൈ ടെമ്പറേച്ചർ അത് വിസ്റ്റാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്നു. ഹൈ ടെമ്പറേച്ചർ കൊടുത്താലും ആസിഡിന്റെയോ ബേസിന്റെയോ അറ്റാക്കോ ഒന്നും അതിന് സംഭവിക്കില്ല, യാതൊരു ചേഞ്ചസും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ടെലിവിഷൻ ട്യൂബ്, അതുപോലെ ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ്, കിച്ചൺ വെയേഴ്സ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഏത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസസ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് സേഫ്റ്റി ഗ്ലാസ്.
ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ്. സേഫ്റ്റി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വെഹിക്കിൾസിന്റെ ഒക്കെ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? സേഫ്റ്റി ഗ്ലാസ് ആണ്. എന്താ അതിന്റെ പ്രത്യേകത? പൊട്ടിയാലും അതിന്റെ കഷ്ണങ്ങളൊക്കെ നിലത്ത് വീഴാന്നല്ലാതെ എവിടെയും തെറിച്ചിട്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതുപോലെ വലിയ വലിയ പീസായിട്ട് ഒരിക്കലും അത് പൊട്ടുകയല്ലേ, ചെറുതായിട്ട് എന്ത് ചെയ്യും, അത് ചെറിയ ചെറിയ പീസായിട്ട് അല്ലെങ്കിൽ പൊടിഞ്ഞിട്ട് നിലത്തേക്ക് വീഴാണ് ചെയ്യുന്നത്. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേര് എന്ത്, സേഫ്റ്റി ഗ്ലാസ് എന്ന് വന്നത്. അപ്പൊ സേഫ്റ്റി ഗ്ലാസ് ഉണ്ടാക്കുന്നത് 2 ഗ്ലാസ് ഷീറ്റിന്റെ നടുക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, ഇത് തിൻ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് 3ഉം കൂടെ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് സേഫ്റ്റി ഗ്ലാസ് കിട്ടുന്നത്. സേഫ്റ്റി ഗ്ലാസ്സിന് 3 ലെയേഴ്സ് ആണ്. 2 ലെയർ എന്താണ്? ഗ്ലാസ്, സാധാ ഗ്ലാസ് ഷീറ്റ് ആണ്. അതിന്റെ നടുക്കുള്ള ലെയർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് ആണ്. അപ്പൊ ഈ 3 ലെയറും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് ഏത് കിട്ടുന്നത്? സേഫ്റ്റി ഗ്ലാസ് കിട്ടുന്നത്. അപ്പൊ ഈ നടുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വന്നത് കാരണം കൊണ്ടാണ് അത് പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാലും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നിലത്ത് വീഴുന്നത്. ഒരിക്കലും വലിയ പീസായിട്ട് നമുക്ക് അപകടങ്ങളൊന്നും അത് കാരണം ഉണ്ടാവുന്നില്ല. അപ്പൊ സേഫ്റ്റി ഗ്ലാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. 2 ഗ്ലാസ് ഷീറ്റിന് നടുക്ക് ഒരു തിൻ, ഒരു വളരെ കട്ടി കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സേഫ്റ്റി ഗ്ലാസ് കിട്ടുന്നത്. അത് ഒരിക്കലും പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസായിട്ട് നിലത്ത് വീഴുള്ളൂ. ഒരിക്കലും വലിയ പീസായിട്ട് ഒരിക്കലും അപകടങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഓട്ടോമൊബൈൽസ്, എയറോപ്ലെയിൻസിന്റെ ഒക്കെ വിൻഡോ ഗ്ലാസ് ആയിട്ട് അല്ലെങ്കിൽ വിൻഡോ ഷീൽഡ് ഒക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഫസ്റ്റ് പറയാം. ദേ ആർ obtained by placing a thin plastic sheet between two glass sheet. 2 ഗ്ലാസ് ഷീറ്റിന് നടുക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് നമുക്കത് കിട്ടുന്നത്. when they breaks the broken pieces does not fly apart. എങ്ങോട്ടും തെറിച്ചു പോയില്ല. They are used in automobiles and aeroplane windshield. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഗ്ലാസ്, സേഫ്റ്റി ഗ്ലാസ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അപ്പൊ ഇത് 3ഉമാണ് നമുക്ക് ഗ്ലാസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഏതായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്? സോഡ ഗ്ലാസ് ആണ്. രണ്ടാമതായിട്ട് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസ് എന്ന് വരെ വിളിക്കാം. മൂന്നാമതായിട്ട് പറഞ്ഞതാണ് സേഫ്റ്റി ഗ്ലാസ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ആയിട്ട് പഠിക്കാനുള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അടുത്തായിട്ട് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ they are flexible and transparent fibers. ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആണ്. അത് കിട്ടുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റിനെ വളരെ കനം കുറഞ്ഞ വയറുകളാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കിട്ടുന്നത്. ഹ്യൂമൻ ഹെയറിനേക്കാൾ ജസ്റ്റ് തിക്നെസ് കൂടുതലുള്ള വയേഴ്സ് ആണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? ഫ്ലെക്സിബിൾ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, നമുക്ക് വളയ്ക്കാനൊക്കെ പറ്റും, അത് ഒടിഞ്ഞു പോകത്തൊന്നുമില്ല. അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ പറയുന്നത് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളെ വളരെ കനം കുറഞ്ഞ നേരിയ ഓരോ വയറുകളാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കിട്ടുന്നത്. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെയറിനേക്കാൾ ജസ്റ്റ് കൂടുതലാണ്. അപ്പൊ അതിന് ഒരുപാട് യൂസസ് ഉണ്ട്. അതിന് ഒന്ന് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ്, അതായത് ഇൻഫർമേഷൻസ് നമുക്ക് വളരെ ലോങ് ഡിസ്റ്റൻസിൽ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പ്രഷർ ഒക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ്, സർജറിയുടെ ഒക്കെ സമയത്ത് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. ശരീരത്തിന് ഉള്ളിൽ ലൈറ്റ് ഗൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഡെക്കറേറ്റീവ് പർപ്പസിന്, ഡെക്കറേഷന് വേണ്ടിയിട്ടും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ യൂസസും ആണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലെക്സിബിൾ ആൻഡ് ട്രാൻസ്പെറന്റ് ഫൈബേഴ്സ് ആണ്. They are obtained by drawing plastic or glass sheet into wires
വിത്ത് തിക്നെസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഹ്യൂമൻ ഹെയർ. പിന്നെ യൂസസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പർപ്പസ്, സെൻസേഴ്സ് ആൻഡ് ലൈറ്റ് ഗൈഡ്, ഡെക്കറേറ്റീവ് അപ്ലിക്കേഷൻസ്. ഇത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്താണെന്ന് പറയാം. ദേ ആർ ട്രാൻസ്പെറൻറ്റ് and flexible wires. Transparent and flexible wires. They are obtained by drawing. Drawing എന്നതിന്റെ അർത്ഥം ചെറിയ ചെറിയ വയറുകളാക്കി മാറ്റിയെടുക്കാനാണ്. They are obtained by drawing plastic or glass sheet into thin wires. വളരെ കനം കുറഞ്ഞ വയറുകളാക്കി മാറ്റിയെടുക്കുന്നു. ഏതിൽ നിന്ന്? പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റിൽ നിന്ന്. വിത്ത് തിക്നെസ്, അതിന്റെ കട്ടി എന്ന് പറയുന്നത് ഹെയറിനേക്കാൾ ജസ്റ്റ് കൂടുതൽ. വിത്ത് തിക്നെസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ഹ്യൂമൻ ഹെയർ. അപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. ട്രാൻസ്പെറന്റ് ആണ്, ഫ്ലെക്സിബിൾ വയേഴ്സ് ആണ്. പിന്നെ തിക്നെസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെയറിനേക്കാൾ ജസ്റ്റ് കൂടുതലാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റിനെ വളരെ കനം കുറഞ്ഞ വയറുകളാക്കി മാറ്റുമ്പോഴാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കിട്ടുന്നത്. ഇനി അവിടെ എങ്ങനെയാണ് ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒരു പ്രോസസ്സ് വഴിയാണ്, ഒരു ഫിനോമിനൻ വഴിയാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം വഴിയാണ് ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഒപ്റ്റിക്കൽ ഫൈബർ ആണെന്ന് വിചാരിക്കുക. അത് അതിന്റെ ഉൾഭാഗമാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കയറി കഴിഞ്ഞാൽ അത് അതിന്റെ അരികിൽ തട്ടി അടുത്ത വോളിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടക്കും. ഇതാണ് നമ്മൾ ടോട്ടൽ, ഇതാണ് ഇപ്പൊ അതിന്റെ ഇന്റേൺ ഉണ്ടെങ്കിൽ അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ് ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. ഇതൊന്ന് ജസ്റ്റ് വരച്ചെടുക്കുന്നത് നല്ലതാണ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. TIR എന്നാണ് അതിനെ ഷോർട്ടാക്കി വിളിക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്നുള്ള പ്രോസസ്സ് വഴിയാണ് ഈ ഇൻഫർമേഷൻസ്, ലൈറ്റ് ആയിട്ടാണ് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ലൈറ്റിന്റെ രൂപത്തിലാണ് ഇൻഫർമേഷൻസ് വരുന്നത്. അത് എത്ര ദൂരം വേണമെങ്കിലും ഈ ഒരു പ്രോസസ്സ് വഴി യാതൊരു കുറവുമില്ലാതെ ആ ഇൻഫർമേഷനെ ലാസ്റ്റ് എൻഡ് വരെയും എത്തിക്കാനുള്ള കഴിവുണ്ട്. ഈ പ്രോസസ്സാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതാണ് അതിന്റെ ഡയറക്ഷൻ. അപ്പൊ ഒന്നുകൂടെ പറയാം, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റിൽ നിന്നാണ് നമുക്ക് അതിനെ കിട്ടുന്നത്. ഈ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ് അതിൽ ഇൻഫർമേഷൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി മറ്റ് യൂസുകളാണ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ മറ്റ് യൂസുകളാണ് നമുക്ക് പറയാനുള്ളത്. യൂസസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. Uses. First one, communication. Optical fibers can transfer. Informations over longer distances. വളരെ ദൂരം വരെ ഇൻഫർമേഷൻസ് കൈമാറാൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന് കഴിയും. രണ്ടാമതായിട്ട് പറയുന്നത് സെൻസേഴ്സ്. They can be used as temperature, pressure sensors. Temperature, pressure sensors. Temperature, pressure sensors ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ
they act as light guide. ലൈറ്റ് ഗൈഡ് നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് ഗൈഡായി യൂസ് ചെയ്യുന്നുണ്ട് ഇൻ മെഡിക്കൽ ആപ്ലിക്കേഷൻസ്. Then fourth one പറയുന്നത് they used in decorative applications. ഡെക്കറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. they used in decorative applications. ഇതാണ് പ്രധാനപ്പെട്ട യൂസസ് എന്ന് പറയുന്നത്.